നമസ്കാരം, ഞാൻ ഡോക്ടർ അഞ്ജലി. ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളിൽ ധാരാളം കേസസ് ഹാർട്ട് അറ്റാക്കിന്റെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കുറേ കാണാനായിട്ട് സാധിക്കും. UAE നോക്കുകയാണെങ്കിൽ ധാരാളം കേസസ് ഇപ്പോഴും റിപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്, ഹാർട്ട് അറ്റാക്ക് മൂലം മരിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ ഒരു കാര്യമാണ് ലൈഫ് സ്റ്റൈൽ. ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പല ചെറുപ്പക്കാരുടെയും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇരുന്ന് ജോലി ചെയ്യുന്നത്. ഇരുന്ന് ജോലി ചെയ്യും, പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നുമില്ല, നമ്മുടെ ഭക്ഷണത്തിലാണെങ്കിലും യാതൊരു മെയിൻറ്റെയിൻ ഒന്നും ചെയ്യുന്നില്ല. അങ്ങനെ ഒരു കാര്യങ്ങളിലൂടെയും പതുക്കെ പതുക്കെ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടി പല ബ്ലോക്കിങ്ങും വന്നിട്ട് അങ്ങനെ ഹാർട്ട് അറ്റാക്ക് വരുന്ന ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യമാണ് ഉറക്കം. ഉറക്കം എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ മിക്ക ആളുകളുടെയും രാത്രിയത്തെ ഉറക്കത്തിന്റെ സമയം ചോദിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും 2 മണി, 3 മണി, 4 മണി. അത്ര സമയം വരെ ഇങ്ങനെ റീൽസ് നോക്കിക്കൊണ്ട് വെറുതെ ഇങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പം നിങ്ങൾ കൂടുതലായിട്ടും രാത്രിയാണ് നമ്മുടെ ഒരു ബോഡി ഇങ്ങനെ റെസ്റ്റിംഗ് ടൈം, നമ്മുടെ ശരീരത്തിൽ റിപ്പയറിങ് നടക്കുന്നത് കൂടുതലും രാത്രിയാണ്. ആ ഒരു സമയത്ത് കൂടുതൽ ഇങ്ങനെ റീൽസൊക്കെ കണ്ടിങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യാതെ ബോഡിക്ക് കുറച്ച് റെസ്റ്റ് കൊടുക്കാനായിട്ടും കൂടി നോക്കുക. മൂന്നാമത്തെ ഒരു കാര്യമാണ് സ്മോക്കിംഗ്. പല ആളുകളെയും കാണാൻ പറ്റും ധാരാളമായിട്ട് സ്ട്രെസ്സ് നന്നായിട്ട് എടുക്കുക, അല്ലെങ്കിൽ ചെറുപ്പക്കാർക്കൊക്കെ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് സ്ട്രെസ്സാണ്. എങ്ങനെ കാശ് ഉണ്ടാക്കാം, എങ്ങനെ വീട് നോക്കണം, എങ്ങനെ കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ധാരാളം ഫ്യൂച്ചർ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ധാരാളം സ്ട്രെസ് എടുക്കുന്ന ആളുകളാണ്. അപ്പോൾ ഈ സ്ട്രെസ് മൂലം അവർ ചെയ്യുന്ന വേറൊരു ഹാബിറ്റാണ് സ്മോക്കിംഗ്. സ്മോക്കിംഗ് എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. പിന്നെ പല ആളുകളും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും വിചാരിച്ച് വെച്ചിരിക്കുന്നത് നന്നായിട്ട് ഹാർട്ടിൻ്റെ ഇവിടെ വേദന എടുക്കും, തീരെ പറ്റുന്നില്ല, നല്ല ക്രാംസ് ആണ് എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ഒരു കാലത്ത് സൈലന്റ് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഈ ഒരു സമയത്ത് നമുക്ക് തോന്നുന്നത്, നമുക്ക് ആ ഒരു സമയം നന്നായിട്ട് വേർക്കാനൊക്കെ ഇട്ട് തുടങ്ങും, നമുക്ക് നല്ലൊരു അസ്വസ്ഥത ഫീൽ ചെയ്യും, ചെറിയൊരു എരിച്ചിൽ പോലെയൊക്കെ നമുക്ക് തോന്നാനായിട്ട് തോന്നും. അപ്പോൾ ഇത് എന്ന് പറയുന്നത് പലരും വിചാരിച്ചിരിക്കുക നമുക്ക് ഗ്യാസിൻ്റെ പ്രശ്നമായിരിക്കും എന്ന് വെച്ച് തള്ളി കളയുന്നവരുണ്ടാവും. പക്ഷെ നമ്മൾ കുറേ കഴിഞ്ഞ് റിപ്പോർട്ടൊക്കെ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും സൈലന്റ് ഹാർട്ട് അറ്റാക്ക് ആയിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഇങ്ങനെ ചെറിയൊരു കണ്ടീഷൻ വരികയാണെങ്കിൽ നിങ്ങൾ പലപ്പോഴും ഇഗ്നോർ ചെയ്യരുത്. പിന്നെ ഞാനിവിടെ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങളും ലൈഫ് സ്റ്റൈൽ ആണെങ്കിലും ഉറക്കമാണെങ്കിലും സ്ട്രെസ് ആണെങ്കിലും സ്മോക്കിംഗ് എന്നീ പറയുന്ന കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് നല്ലൊരു ഗുഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു ക്വാളിറ്റി ലൈഫ് ലീഡ് ചെയ്യാനും കൂടി നോക്കുക. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ലൈഫിനെ നമുക്ക് മാനേജ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. സ്റ്റേ ഹെൽത്തി.